അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും 24 hours ഇൻ ഹോണ്ടഡ് റൂം ചാലഞ്ച്. അപ്പോൾ ഇത് ശരിക്കും ഹോണ്ടഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ റൂമിൽ ഇത് ഒരു ചെറിയൊരു മുറിയാണ്, അതായത് ഒരു കൺജസ്റ്റഡ് ഏരിയയാണ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്, അതായത് ഇതൊരു ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി അവരെങ്ങും ഇതിൽ കയറി ഡ്രസ്സ് മാറാനില്ലെങ്കിൽ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വന്നവരോ ഇതുവരായിട്ട് ഇതിന് പുറത്തിറങ്ങിയില്ലെന്നാണ് എനിക്ക് ന്യൂസ് കിട്ടിയത്. അപ്പം അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എന്ത് ചെയ്തു, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റൂഫിലൊക്കെ ഫിക്സ് ആക്കുന്ന ടൈപ്പ് ലൈറ്റാണ്. അതിൽ ഞാൻ ഇങ്ങനെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സോക്കറ്റിൽ ഇവിടെ ഫിക്സ് ചെയ്തേക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത്. ഓക്കെ, അപ്പോൾ എനിക്ക് 24 hours ഇതിനകത്ത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കുപ്പി ക്യാൻ വെള്ളം കൂടെ ഞാനിവിടെ കൊണ്ടുവന്നേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ് സൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേരെ, അത് ഒന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ മോളിൽ കാണുന്നുണ്ടോ, ഇതൊരു സ്റ്റെയറാണ് ഗൈസ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ പോകാൻ ഒക്കത്തില്ല. പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പോയാൽ ഇതിൻ്റെ മുകളിൽ സോംബീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് അന്ന് ഒരാളിനകത്ത് ഡ്രസ്സ് മാറാൻ നേരത്ത് ഇവിടെ നിന്ന് ഒരു സോംബി ഇറങ്ങി വന്ന ശേഷം ഇതിനൊരു ശബ്ദം കേട്ട് ശബ്ദം കേട്ട ഉടനെ ഈ ഒരു തുണിക്കട കുറച്ച് ദിവസം അടവായിരുന്നു. അടച്ചിട്ട് ഇത് മന്ത്രവാദിയൊക്കെ വന്ന് ഈ കടയുടെ ഈ തുണിക്കടയൊക്കെ ഒന്ന് പൂജിച്ചിട്ട് ആണിത് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണിത് കഥ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ മുകളിൽ നോക്ക്, അതായത് ഇത് കണ്ണത് ചെറിയാണ്. ഡിസ്റ്റൻസ് നോക്ക്, എൻ്റെ കൈ സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്, അത്ര ഇതാണ് ഗൈസ് കേട്ടോ. ഞാനിവിടെ റൂഫിവിടെ ഇവിടെ ചൂല്, ഡസ്റ്റ്, പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ബക്കറ്റ്, പിന്നെ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് നമുക്ക് കടയുടെ ഇൻവെർട്ടർ കാണാം, അത് അവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ AC ആണ് ഇത് കേട്ടോ. എ സി അപ്പുറത്താണ്. അതിൻ്റെ ബാക്കി കണക്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. മുകളിൽ അതിൻ്റെ അടുത്ത അവിടെ സോംബി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി വ്ളോഗ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു മുകളിൽ കയറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ഒക്കെ എത്ര ഭയാനകമായ സ്റ്റെപ്പാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടു ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ എന്താ നല്ല മനോഹരമല്ല, എന്താ നല്ല ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്റ്റെപ്പുകളൊക്കെയാണ്. മുകളിൽ പോയാൽ നമുക്കുണ്ടോ ഒരു കുറേ വർഷം ഇങ്ങനെ പൊടി പിടിച്ചിരുന്ന റൂം പോലെ ഉണ്ട്. ഇവിടെ സ്മെല്ലൊക്കെ ഉണ്ട്, അതാണ് ഞാൻ മാസ്ക് ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു CCTV ഉണ്ടായിരുന്നു. അത് ആ സോംബി ബ്ലാസ്റ്റ് ആക്കുകയായിരുന്നു. ഇത് CCTVയുടെ കാര്യം. ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറയിൽ ഒന്നും പടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, സോംബിയുടെ ഒന്നും പടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്യാമറ ഇവിടെ ലാസ്റ്റ് ഇല്ല. എൻ്റെ ക്യാമറയുടെ കണക്ഷനാണ് ഇത്. ഓക്കെ, റീസെൻ്റ്ലി ഡ്രസ്സിങ് റൂമിൽ ക്യാമറ അലൗഡ് അല്ല, എന്നാലും ഒരു കുറച്ച് പേർക്കൊക്കെ സോംബി കണ്ണുകളൊക്കെ സോംബിയുടെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ വരണമെന്നൊരു ഇത് വന്നായിരുന്നു. അപ്പോൾ അവർ എന്താ ചെയ്ത്, അപ്പോൾ അവർ സോംബീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്തു കേട്ടോ. ഇവിടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്ത ശേഷം ഒന്നും പ്രത്യേകിച്ച് പറ്റില്ല. ലാസ്റ്റ് ഒരു ഇവിടെ ഒരു പെൺകുട്ടി വന്ന് ഡ്രസ്സ് മാറാൻ ഈ റൂമിനകത്ത് കയറിയപ്പോൾ ഈ ക്യാമറ ഇല്ലാണ്ടായി. അതായത് ആ കുട്ടി അടുത്തില്ല കേട്ടോ. ഇവിടെ ഇല്ല, ആ കുട്ടി മുകളിൽ നോക്കി ഒന്നുമില്ല. അങ്ങനെയാണ് ഇതൊരു ഹോണ്ടഡ് റൂം എന്ന് അറിയപ്പെടുന്നത്. കട ഫുള്ള് കൂട്ടി കേട്ടോ. അപ്പോൾ ഭയാനകമായൊരു
റൂമാണ്. 24 hours ഞാൻ ചാലഞ്ച് ചെയ്യുന്നില്ല. പറഞ്ഞാൽ ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലീവ് ഇൻ ദിസ് റൂം. അങ്ങനെയാണ് ഗൈസ് പറഞ്ഞാൽ. എൻ്റെ ഇത് നോക്ക്, ഭയങ്കര ചെറുതാണ്. അതായത് മറ്റേ അന്ന് ചെയ്ത വീഡിയോ അല്ല കേട്ടോ. അന്ന് ചെയ്ത സോറി ഗൈസ്, ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ 24 hours അല്ല, ഞാൻ സ്റ്റോറി പറയാം ഗൈസ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കപ്പാട്ട് റൂമാണ്. അതുകൊണ്ട് ഇതിൽ ലീവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കടപ്പുറത്ത് ഇറങ്ങിയാൽ AC ഉണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് തണുപ്പ് നല്ലതായിട്ട് അറിയപ്പെടും. പറഞ്ഞാൽ അത്ര ചൂട് കംപ്രസ് ആക്കിയാണ്. അതായത് ഈ പിറ്റി കണ്ടോ, രണ്ടും കൂടെ കംപ്രസ് ആക്കി വെച്ച മുറിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലീൻ ഒന്നും ആക്കത്തില്ല. പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എലികൾ, പാമ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ചില ഇതിൽ ഇത് നമ്മൾ മനുഷ്യന്മാരുടെ ബോഡീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. പറഞ്ഞാൽ കാല്, കൈ, തലകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ഹോണ്ടഡ് റൂമെന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ഇവിടെ കസേര, ബക്കറ്റ് ഇതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ഇത് കണ്ടോ. ഇത് ചീപ്പാണ്, ആരുടെ ചീപ്പെന്ന് അറിയത്തില്ല. ഈ ചീപ്പ് പറഞ്ഞേക്കുന്നത് അതാ പെൺകുട്ടിയുടെ ചീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ഇത് പൈപ്പാണ് കേട്ടോ. ഇതെന്തോ പൈപ്പ് ലൈനാണ് ഇവിടെ നിന്ന്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇത് കേട്ടോ. ഡോറ് നോക്കി, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡോറാണ് കേട്ടോ. കണ്ടോ, മുകളിലൊക്കെ ഇത് AC വയറിങ് ഒക്കെ കൊടുത്തേക്കാണ്. കണ്ടോ അപ്പോൾ മുകളിൽ കാണുന്ന നാടിൻ്റെ അടുത്ത ഭാഗമാണ് കേട്ടോ. ഞാൻ ക്യാമറ കൊണ്ടുപോകാൻ ഒന്ന് നോക്കുന്ന വിശ്വസിക്കുന്നു. ഇത് ആ സ്റ്റെപ്പിൻ്റെ കമ്പാർട്ട്മെൻറ്റിന് ഇതാണ് കണ്ടോ, ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, എൻ്റെ മുകളിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അടുത്ത ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ആ ഫ്ലോറാണ് നമുക്ക് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ എന്തോ പാടുകൾ, കുത്തുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു ഹോറിഫിക് ഇപ്പം ഇല്ല. ഇപ്പോൾ സോംബി മുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഒരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ സൗണ്ട് കേൾക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മോസ്റ്റ് ഹോറിഫിക്കിൻ്റെ വെൽഡാണ് ഈ ഒരു ഹോണ്ടഡ് റൂം എന്ന് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് വേറെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ദിസ് ഈസ് സുജയ് സൈനിങ് ഔട്ട്.